ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ നിരോധിത നോട്ടുകളടക്കം 15.5 കോടിയോളം രൂപയും അനുബന്ധ രേഖകളും പിടിച്ചെടുത്തു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കടിപ്പിയാരിൽ പുന്നൂസ് യോഹന്നാൻ എന്ന KP യോഹന്നാൻ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ സ്ഥാപകനും പരമാധ്യക്ഷനുമൊക്കെയാകുന്ന കാലം മുതലേ രാജ്യത്തിനകത്തും പുറത്തുമായി സാമ്പത്തിക ക്രമക്കേടുകളുടെ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എങ്കിലും കേസുകളൊന്നും തന്നെ മുമ്പോട്ടു പോയതായി കാണുന്നില്ല. ആദായ നികുതി വകുപ്പിൻ്റെ ഇപ്പോഴത്തെ അന്വേഷണത്തോടും സഹകരിക്കും എന്നാണ് ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രതിനിധികൾ അറിയിച്ചിരിക്കുന്നത്. സത്യാന്വേഷിയുടെ ശ്രദ്ധ അഴിമതി ആരോപണങ്ങളുടെയും ആദായ നികുതി വകുപ്പിൻ്റെ അന്വേഷണങ്ങളുടെയും നിജസ്ഥിതിയിലേക്കല്ല, മറിച്ച് ബിലീവേഴ്സ് ചർച്ച് എങ്ങനെയാണ് ചർച്ചാകുന്നത് എന്ന ക്രൈസ്തവ വിശ്വാസികളുടെ അന്വേഷണത്തിലാണ്. ബിലീവേഴ്സ് ചർച്ച് ഈസ്റ്റേൺ ചർച്ച് അഥവാ ഒരു പൗരസ്ത്യ സഭ ആകുന്നതെങ്ങനെ? മുൻഗാമിയില്ലാതെ ഒരു വ്യക്തി സഭാതലവനാകുന്നത് എങ്ങനെ? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ ഉത്ഭവത്തെയും സഭാത്മക സ്വഭാവത്തെയും പരിശോധിക്കുകയും നവീന സഭാവിഭാഗങ്ങളും കൾട്ട് ഗ്രൂപ്പുകളും എങ്ങനെ പരമ്പരാഗത ക്രൈസ്തവ സഭകളിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന സത്യാന്വേഷിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പത്രോസിൻ്റെ പിൻഗാമിയും അദ്ദേഹത്തോട് ഐക്യപ്പെട്ട് ചേർന്ന് ഭരിക്കുന്ന മെത്രാന്മാരുമടങ്ങുന്ന കത്തോലിക്ക സഭയിലാണ് ലോകത്തിൽ ഒരു സമൂഹമായി സ്ഥാപിക്കപ്പെടുകയും സംഘടിപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന മിശിഹായുടെ ഏകസഭ നിലനിൽക്കുന്നത്. പുതിയ ഉടമ്പടിയുടെ എല്ലാ നന്മകളും പത്രോസ് തലവനായ ശ്ലൈഹിക സമൂഹത്തിനാണ് കർത്താവ് ഭരമേൽപ്പിച്ചത് എന്നതിനാൽ രക്ഷാമാർഗങ്ങളുടെ പൂർണ്ണത ആ ശ്ലൈഹിക സമൂഹത്തിൻ്റെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയിൽ മാത്രം നിലനിൽക്കുന്നു. ഇതൊരു സുവിശേഷ സത്യമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവത്തിലെ 3 ആളുകളുടെ ഐക്യമാണ് സഭയുടെ ഉറവിടവും മാതൃകയും. സഭ അവളുടെ സ്ഥാപകനും ശിരസ്സുമായ യേശു ക്രിസ്തു വഴി ഏകമാണ്. അതിനാൽ തന്നെ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് ഒരേ ഒരു വിശ്വാസവും ഒരേ കൗദാശിക ജീവിതവും ഏക ശ്ലൈഹിക പിന്തുടർച്ചയും ഒരേ പ്രത്യാശയും ഒരേ സ്നേഹവുമാണ് ഉള്ളത്. എന്നാൽ 431 എഫേസൂസ് സൂനഹദോസിന് ശേഷം ചർച്ച് ഓഫ് ദ ഈസ്റ്റും 451 കാൽസിഡൺ സൂനഹദോസിന് ശേഷം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭകളും ക്രിസ്തുവിജ്ഞാനീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നുപോകാൻ ഇടയായി. മാർപ്പാപ്പയുടെ അധികാരത്തെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പത്തിൻ്റെ പശ്ചാത്തലത്തിൽ 1054 ഈസ്റ്റ് വെസ്റ്റ് ഷിസത്തിലൂടെ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് അകന്നുപോയി. എങ്കിലും ഇപ്രകാരം അകന്നുപോയ സഭകളിലും സഭാതലവന്മാർ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള പിതാക്കന്മാർ തന്നെയായിരുന്നു. എന്നാൽ നവോത്ഥാന ശ്രമങ്ങളുടെ ഭാഗമായി 16-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ ശ്ലൈഹിക പിന്തുടർച്ചയുള്ള മെത്രാന്മാർ ഇല്ലായിരുന്നു എന്നതിനാൽ തന്നെ ഇതര ക്രൈസ്തവ സഭാ സമൂഹങ്ങളുടേതുപോലുള്ള സഭാത്മക ജീവിതവും പരമ്പരാഗത ജീവിത ശൈലിയും അവയ്ക്ക് ഇല്ലാതെ പോയി എന്ന് മാത്രമല്ല, ശ്ലൈഹിക പിന്തുടർച്ചയുള്ള സഭാ തലവന്മാരുടെ അഭാവത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ നാൾക്ക് നാൾ പിളരാനും പുതിയവ രൂപപ്പെടാനും തുടങ്ങി. വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുമുള്ള ക്രൈസ്തവ കൂട്ടായ്മകളും നവസഭാ വിഭാഗങ്ങളും സെക്റ്റുകളുമൊക്കെയായി ലോകമെമ്പാടും ക്രൈസ്തവ വിശ്വാസികളിൽ ഒരു ഭാഗം ചിതറിപ്പോകാൻ അത് ഇടയാക്കുകയും ചെയ്തു. എഫേസോസ് ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യമനുസരിച്ച്
ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് തിരുസഭ പണിയപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഉത്ഭവത്തിൽ തന്നെ തിരുസഭ ശ്ലൈഹികമാണ്. മാത്രമല്ല പ്രബോധനത്തിലും സഭ ശ്ലൈഹികമാണ്. കാരണം ശ്ലീഹന്മാരുടെ അതേ പ്രബോധനവും വിശ്വാസവുമാണ് തിരുസഭയുടേത്. സഭാ സംവിധാനത്താലും അവൾ ശ്ലൈഹികമാണ്. കാരണം മിശിഹായുടെ പ്രത്യാഗമനം വരെ ശ്ലീഹന്മാരാൽ, അതായത് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയോട് ഐക്യത്തിൽ പ്രവർത്തിക്കുന്ന മെത്രാന്മാരാൽ പഠിപ്പിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും നയിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സഭയാണ് അത്. ശ്ലൈഹിക സഭയായ കത്തോലിക്കാ സഭയിലും കത്തോലിക്കാ സഭയുമായി പൂർണ്ണമായ ഐക്യത്തിലല്ലെങ്കിലും മറ്റു ചില ക്രൈസ്തവ സഭകളിലും ഈ ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച നമുക്ക് കാണാൻ കഴിയും. തിരുപ്പട്ടം എന്ന കൂദാശയിലൂടെ ശ്ലീഹന്മാരുടെ ദൗത്യവും അധികാരവും അവരുടെ പിൻഗാമികളായ മെത്രാന്മാർക്ക് കൈമാറുന്നതിനെയാണ് ശ്ലൈഹിക പിന്തുടർച്ച എന്ന് പറയുന്നത്. കത്തോലിക്കാ സഭയിൽ ഈ ശ്ലൈഹിക പിന്തുടർച്ച ഇടമുറിയാതെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തിരുസഭ മിശിഹായിലുള്ള അവളുടെ ആരംഭത്തോട് വിശ്വാസത്തിൻ്റെയും സഭാജീവിതത്തിൻ്റെയും കൂട്ടായ്മ പുലർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപനത്തിനായി കാലാകാലങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ശ്ലീഹന്മാരുടെ കാലത്ത് ശ്ലീഹന്മാരാൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ ആരംഭം കുറിച്ച വ്യത്യസ്ത പാരമ്പര്യങ്ങളിലായി 24 വ്യക്തിസഭകൾ ഇന്ന് കത്തോലിക്ക സഭയിലുണ്ട്, അല്ലെങ്കിൽ കത്തോലിക്ക കൂട്ടായ്മയിലുണ്ട്. അപ്പസ്തോലിക പാരമ്പര്യം, ആരാധനാക്രമം, ദൈവശാസ്ത്രം, ആത്മീയത, കാനൻ നിയമം എന്നിവയ്ക്ക് വ്യക്തിസഭകളിൽ വ്യത്യാസമുണ്ടാകാം എങ്കിലും എല്ലാ സഭകളും ഒരേ ശ്ലൈഹിക വിശ്വാസത്തിലാണ് പങ്കുപറ്റുന്നത്. എല്ലാ സഭകളിലെയും മെത്രാന്മാർ മെത്രാൻ സംഘത്തിലെ അംഗമെന്ന നിലയിൽ മാർപ്പാപ്പയുമായി കൂട്ടായ്മയിലായിരുന്നു കൊണ്ട് തങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുന്നു. ഒരു പ്രാദേശിക സഭ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മെത്രാൻ നല്ല ഇടയനായ ക്രിസ്തുവിന്റെ നാമത്തിൽ സഭ മുഴുവനുമായുള്ള ഐക്യത്തിലും പത്രോസിന്റെ പിൻഗാമിയുടെ മാർഗനിർദ്ദേശത്തിന് കീഴിലും സ്വകീയവും ഉദ്യോഗ സഹജവും നേരിട്ടുള്ളതുമായ അധികാരത്തോടെയാണ് പ്രാദേശിക സഭയെ ഭരിക്കുന്നത്. നവസഭാ വിഭാഗങ്ങളിലും വിഘടിത പ്രസ്ഥാനങ്ങളിലും ഈ ശ്ലൈഹിക പിന്തുടർച്ചയോ അപ്പസ്തോലിക കൂട്ടായ്മയോ കാണാൻ കഴിയുകയില്ല. അവയെല്ലാം തന്നെ വ്യക്തിപരവും പ്രാദേശികവുമായ താല്പര്യങ്ങളുടെ പേരിലോ എതിർപ്പുകളുടെ പേരിലോ രൂപം കൊള്ളുന്ന കൂട്ടായ്മകൾ മാത്രമാണ്. അവയിലൊന്നും തന്നെ വ്യക്തിസഭകളുടെ മാനദണ്ഡങ്ങളായ അപ്പസ്തോലിക പാരമ്പര്യം, ആരാധനക്രമം, ദൈവശാസ്ത്രം, കാനൻ നിയമം, ആത്മീയത എന്നിവ മുഴുവനായോ അല്ലെങ്കിൽ ഭൂരിഭാഗമോ ഉണ്ടാവുകയില്ല. ക്രൈസ്തവ സഭകളെ നിർവചിക്കുന്ന ശ്ലൈഹിക പാരമ്പര്യത്തിന്റെ അഭാവത്തിൽ ഇത്തരം വിഘടിത പ്രസ്ഥാനങ്ങളെ യഥാർത്ഥ അർത്ഥത്തിൽ സഭയെന്ന് വിളിക്കാനോ വിശേഷിപ്പിക്കാനോ സാധിക്കുകയുമില്ല. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്കിമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. അവർ സത്യത്തിന്റെ നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും. തിമോത്തയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്ന ഈ കാര്യം എന്നത്തെയും പോലെ ഇന്നും പ്രസക്തമാണ്. ഇത്തരക്കാർ വരുത്തിവെക്കുന്ന അപകടങ്ങളിൽ ആശങ്കപ്പെട്ടുകൊണ്ട് കോറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പസ്തോലൻ പറയുന്നത് ഇങ്ങനെയാണ്: സർപ്പം ഹവ്വയെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. കത്തോലിക്ക സഭയിൽ നിന്നും അകന്നു പോകുന്നവരെ തെറ്റായ പഠനങ്ങൾ നടത്തുന്ന പാഷണ്ടികൾ അല്ലെങ്കിൽ ഹെരറ്റിക്സ് ആയും സഭയിലെ ആത്മീയ അധികാരത്തെ അംഗീകരിക്കാത്ത ശീഷ്മക്കാർ ഷിസ്മാറ്റിക് ആയും സഭയിൽ നിന്നും വേർപെട്ട്
വ്യത്യസ്ത പഠനങ്ങളും നേതൃത്വവുമുള്ള വിഘടിത വിഭാഗങ്ങൾ അല്ലെങ്കിൽ സെക്റ്റുകളായുമാണ് മനസ്സിലാക്കുന്നത്. ഈ വിധത്തിൽ സത്യവിശ്വാസത്തിൽ നിന്നും തെറ്റായ പഠനങ്ങളിലൂടെ അകന്നു പോകുന്നവരും സാധാരണക്കാരായ മനുഷ്യരെ അകറ്റിക്കൊണ്ടുപോകുന്നവരുമായ വ്യാജ ഉപദേഷ്ടാക്കളും പ്രവാചകരും ഈശോയുടെ കാലത്തും അതിനു മുൻപ് തന്നെയും ഉണ്ടായിരുന്നു. അതിനാലാണ് പത്രോസ് അപ്പസ്തോലൻ തൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നത്: ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജ ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. അവർ മൂലം സത്യത്തിന്റെ മാർഗം നിന്ദിക്കപ്പെടും. അത്യാഗ്രഹം കാരണം വ്യാജം പറഞ്ഞ് നിങ്ങളെ അവർ ചൂഷണം ചെയ്യും. മേൽപ്പറഞ്ഞവയുടെ എല്ലാം പശ്ചാത്തലത്തിൽ വേണം KP യോഹന്നാന്റെ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിനെ വിലയിരുത്താൻ. 1950 മാർത്തോമാ സഭാംഗമായി ജനിച്ച KP യോഹന്നാൻ പ്രൊട്ടസ്റ്റന്റ് മുന്നേറ്റമായ ഇവാഞ്ചലിക്കൽ മിഷണറിമാരുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയും 1974 അമേരിക്കയിൽ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്ര പഠനം നടത്തുകയും ചെയ്തു. 1979 ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന പേരിൽ സ്വന്തമായ ഒരു മിഷണറി മുന്നേറ്റത്തിന് അദ്ദേഹം രൂപം കൊടുത്തു. അതിൻ്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയും ഇവാഞ്ചലിക്കൽ മുന്നേറ്റങ്ങളുടെ ശൈലിയോട് ചേർന്ന് നിന്നുകൊണ്ട് റേഡിയോ അടക്കമുള്ള വിവിധ മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷ നടത്തുകയും ചെയ്തു പോന്നു. ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഭാഗമായി തന്നെയാണ് 1993 KP യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ച് സ്ഥാപിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് സഭകൾ യൂറോപ്പിൽ ആവിർഭവിച്ച് ലോകമെമ്പാടും പടർന്നതാണ് എന്നതിനാൽ തന്നെ പ്രൊട്ടസ്റ്റന്റ് ദൈവശാസ്ത്രവും ആരാധനാക്രമവുമെല്ലാം പാശ്ചാത്യ കത്തോലിക്കാ സഭയുടെ ശൈലിയോട് സാമ്യമുള്ളവയാണ്. കത്തോലിക്കാ സഭയിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഹെൻറി 8-ാമൻ രാജാവ് വേർതിരിച്ച പ്രൊട്ടസ്റ്റന്റ് സഭയാണ് ആംഗ്ലിക്കൻ സഭ. പ്രസ്തുത ആംഗ്ലിക്കൻ സഭയും കോൺഗ്രിഗേഷണൽ, പ്രസ്ബിറ്റേറിയൻ, മെത്തഡിസ്റ്റ് സഭകളും ചേർന്നാണ് ഇന്ത്യയിലെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയും ചർച്ച് ഓഫ് നോർത്ത് ഇന്ത്യയും CSI, CNI സഭകൾ രൂപം കൊള്ളുന്നത്. 1993 KP യോഹന്നാൻ സ്ഥാപിച്ച ബിലീവേഴ്സ് ചർച്ച് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുമായി ബന്ധം പുലർത്തുകയും CSI സഭയുടെ മോഡറേറ്ററായിരുന്ന KJ സാമുവലിൽ നിന്ന് 2003 ഫെബ്രുവരി 6 മെത്രാൻ പട്ടം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ KP യോഹന്നാൻ ആംഗ്ലിക്കൻ അപ്പസ്തോലിക പൈതൃകത്തിൽ ഒരു മെത്രാനായി തീർന്നു എന്നാണ് അവകാശപ്പെടുന്നത്. 2003 പാശ്ചാത്യ സഭയായ റോമൻ കത്തോലിക്ക സഭയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ആംഗ്ലിക്കൻ സഭയുടെ അപ്പസ്തോലിക പൈതൃകത്തിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ മെത്രാനായി തീർന്ന KP യോഹന്നാൻ ബിലീവേഴ്സ് ചർച്ചിനെ 2007 ബിലീവേഴ്സ് ചർച്ച് ഓഫ് ദ ഈസ്റ്റ് എന്നാക്കി പുനർനാമകരണം ചെയ്യുകയും സ്വയം അത്തനാസിയൂസ് യോഹാൻ എന്ന പൗരസ്ത്യ നാമം സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് പ്രസ്തുത സഭയുടെ പ്രഥമ മെത്രാപ്പോലീത്തയായി അദ്ദേഹം മാറി. യഥാർത്ഥത്തിൽ സഭാ പാരമ്പര്യങ്ങളെയും സംവിധാനങ്ങളെയും കുറിച്ച് സാമാന്യം അറിവുള്ള ആരെയും കുഴപ്പിക്കുന്ന രീതിയിലാണ് KP യോഹന്നാന്റെ സഭാരൂപീകരണവും മെത്രാപ്പോലിത്തൻ പദവി കൈയാളലും മറ്റ് മെത്രാന്മാരെ വാഴിക്കലും സഭയുടെ പേരുമാറ്റലും എല്ലാം നടന്നത്. പാശ്ചാത്യ പാരമ്പര്യത്തിൽ നിന്ന് പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് എടുത്തു ചാടിയ ഈ നവസഭാ വിഭാഗത്തിന് 30-ലധികം രൂപതകളും മെത്രാന്മാരുമുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് ഇന്ന് പൗരസ്ത്യ പാരമ്പര്യത്തിലുള്ള ഒരു സഭ എന്ന പോലെയാണ് പുറമേക്ക് കാണപ്പെടുന്നത്. ദേവാലയവും വൈദികരും കന്യാസ്ത്രീകളും സ്ഥാപനങ്ങളും മെത്രാന്മാരും മെത്രാപോലീത്തയും എല്ലാമായി പരമ്പരാഗത ക്രൈസ്തവ സഭകളുടെ എല്ലാ വേഷഭൂഷാദികളും ആടയാഭരണങ്ങളും ശൈലികളും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ 2017 മാത്രം രൂപം കൊണ്ട ഈ നവസഭാ വിഭാഗം സ്വയം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾക്കെല്ലാം അപ്പുറം
മായ്ച്ചു കളയാനാവാത്ത ചില സത്യങ്ങളുണ്ട്. നമ്മുടെ കൺമുൻപിൽ നിന്ന് മറഞ്ഞു പോകും മുൻപേ ബിലീവേഴ്സ് ചർച്ച് വ്യാജമായി അവകാശപ്പെടുന്ന പൗരസ്ത്യ പാരമ്പര്യത്തിൻ്റെയും മെത്രാൻ പട്ടങ്ങളുടെയും നിജസ്ഥിതി രേഖപ്പെടുത്തേണ്ടത് ഒരനിവാര്യതയാണ്. അതിലേക്കുള്ള ആദ്യപടി എന്ന നിലയിൽ സത്യാന്വേഷിയുടെ ചില നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുകയാണ്. 1. 2003 ഫെബ്രുവരി 6 CSI മോഡറേറ്റർ KJ സാമുവലിൽ നിന്ന് KP യോഹന്നാൻ സ്വീകരിച്ചുവെന്ന് അവകാശപ്പെടുന്ന മെത്രാൻ പട്ടത്തിന്റെ സാധുത എന്തുമാത്രമുണ്ട് എന്നത് സംശയകരമാണ്. ഒരു സഭാവിഭാഗത്തിന്റെ ബിഷപ്പായിരിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് മറ്റൊരു സഭയ്ക്ക് അതുവരെ ഇല്ലാതിരുന്ന ഒരു മെത്രാനെ വാഴിച്ചു കൊടുക്കാൻ സാധിക്കുക? പുതിയൊരു മെത്രാനെ വാഴിച്ചുകൊണ്ട് പുതിയൊരു സഭയ്ക്ക് രൂപം കൊടുക്കാൻ CSI സഭയ്ക്ക് സാധിക്കുകയില്ല എന്ന സാഹചര്യത്തിൽ ഈ മെത്രാൻ പട്ടം തന്നെ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. 2. KP യോഹന്നാന്റെ സഭയെക്കുറിച്ചുള്ള അറിവും ബോധ്യവും തികച്ചും പ്രശംസനീയമാണ്. ശ്ലൈഹിക പിന്തുടർച്ചയില്ലാത്ത സഭകൾക്ക് പ്രസക്തിയില്ലെന്നും അവ സത്യമല്ലെന്നും തിരിച്ചറിവുള്ളതിനാൽ തന്നെയാണ് മെത്രാൻ പട്ടം സ്വീകരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയത്. ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ സമയത്ത് ശ്ലൈഹിക പിന്തുടർച്ചയുള്ള സഭയോട് ഐക്യപ്പെട്ടുകൊണ്ട് സുവിശേഷത്തോട് കൂറുപുലർത്തുന്നതിന് പകരമായി സ്വയം മെത്രാൻ പട്ടം സ്വീകരിച്ച് മറ്റൊരു സഭ കൂടി രൂപപ്പെടുത്തി ക്രിസ്തുവിന്റെ ശരീരത്തെ വിഭജിക്കാനാണ് പക്ഷെ അദ്ദേഹം ശ്രമിച്ചത്. 3. ബിലീവേഴ്സ് ചർച്ച് സ്വതന്ത്ര സഭയാക്കി നിലനിർത്താനും അതിൻ്റെ തലവനായി വാഴാനും വേണ്ടി മാത്രമാണ് മറ്റൊരു സഭാവിഭാഗത്തെ സ്വാധീനിച്ച് KP യോഹന്നാൻ മെത്രാൻ പട്ടം സ്വന്തമാക്കിയത് എന്നത് തികച്ചും സ്പഷ്ടമാണ്. ഇപ്രകാരം സ്വാഭീഷ്ടമനുസരിച്ച് സ്വന്തമാക്കാവുന്നതല്ല അപ്പസ്തോലിക പിന്തുടർച്ച എന്ന് ദൈവവചനവും സഭാ പാരമ്പര്യങ്ങളും ശക്തമായി പഠിപ്പിക്കുന്നുണ്ട്. നടപടി പുസ്തകം 8-ാം അധ്യായം ശിമയോന്റെ അനുഭവം വിവരിക്കുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. അപ്പസ്തോലന്മാരുടെ കൈവെപ്പിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ട ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് തനിക്കും അവരുടെ ശക്തി പകർന്നു നൽകാൻ ആവശ്യപ്പെടുകയുണ്ടായി. പത്രോസ്ലിഹായുടെ മറുപടി ഇങ്ങനെയായിരുന്നു: നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിന്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കുകയില്ല, കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. നടപടി പുസ്തകം 8-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. 4. അപ്പസ്തോലിക പാരമ്പര്യമാണ് ക്രൈസ്തവ സഭകളെ വ്യത്യസ്തമാക്കുന്ന ഒരു സുപ്രധാന ഘടകം. ഒരു സാധാരണ വിശ്വാസിക്ക് പോലും ഒരു വ്യക്തിസഭയിൽ നിന്ന് മറ്റൊരു വ്യക്തിസഭയിലേക്ക് മാറുക എന്നത് എളുപ്പമല്ല. പൗരസ്ത്യ പാരമ്പര്യമുള്ള സഭകളിൽ പോലും ഈ മാറ്റം അനുവദനീയവുമല്ല. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് പാശ്ചാത്യ പാരമ്പര്യമുള്ള CSI സഭയിൽ നിന്ന് മെത്രാൻ പട്ടം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുന്ന ബിലീവേഴ്സ് ചർച്ചിന്റെ തലവൻ പൗരസ്ത്യ പാരമ്പര്യത്തിലേക്ക് സഭയടക്കം ചുവടുമാറ്റുന്നത്. പൗരസ്ത്യ പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ നന്മയും മറ്റും തിരിച്ചറിയാൻ KP യോഹന്നാന് സാധിക്കുന്നുണ്ട്. എങ്കിലും സത്യസഭയോട് ഐക്യപ്പെടുന്നതിന് പകരം അർത്ഥശൂന്യമായ വേഷം കെട്ടലുകളിലേക്ക് അദ്ദേഹം വീണ്ടും ഇവിടെ വഴുതി വീഴുകയായിരുന്നു. 5. 2017 സ്ഥാപിക്കപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന് മുൻഗാമികളില്ല എന്നതും അത് സ്ഥാപിച്ചത് KP യോഹന്നാൻ ആണ് എന്നതും നഗ്ന സത്യമായി നിൽക്കുമ്പോഴും സ്വന്തം സഭയുടെ വെബ്സൈറ്റിൽ ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അവകാശപ്പെടുന്നത് തങ്ങൾ ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയുടെ ഭാഗമാണ് എന്നാണ്. ശ്ലൈഹിക പാരമ്പര്യമില്ലാത്ത 2017 മാത്രം സ്ഥാപിക്കപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എങ്ങനെയാണ് ശ്ലൈഹിക സഭയായി സ്വയം പ്രഖ്യാപിക്കുന്നത്? 6. ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ വെബ്സൈറ്റിൽ സ്വന്തം ചരിത്രം പറയുന്നിടത്ത് AD 52 ഭാരതത്തിലെത്തിയ മാർത്തോമായെ പരാമർശിച്ചുകൊണ്ട് 2000 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ചരിത്രം വളരെ അരോചകവും സ്പഷ്ടവുമായ രീതിയിൽ വളച്ചൊടിച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ് ഇല്ലാത്ത ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. 7. അതേ ചരിത്ര വിവരണത്തിൽ തന്നെ സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയ പാഷണ്ഡികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാറ്റമില്ലാത്ത
ഓർത്തഡോക്സ് വിശ്വാസ സംഹിതയാണ് തങ്ങളുടേത് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ബിലീവേഴ്സ് ചർച്ച് വിഭാഗം പക്ഷേ തങ്ങൾ തന്നെ സത്യസഭയായ കത്തോലിക്ക സഭയുമായി ഐക്യത്തിലല്ല എന്നതും ഗൗരവമായ ധാർമ്മിക കുറ്റകൃത്യങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് ശീശ്മയിലാണ് എന്നതും മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത്. 8. തങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അപ്പസ്തോലിക വിശ്വാസത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും വേരൂന്നിയതാണ് തങ്ങളുടെ വിശ്വാസവും ആരാധനയും എന്ന് പറയുമ്പോൾ തങ്ങളിപ്പോഴും സത്യസഭയുടെ കൂട്ടായ്മയിലല്ല എന്നത് സൗകര്യപൂർവം മറച്ചുവെക്കപ്പെടുകയാണ്. ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും കേസുകളും മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുമ്പോൾ സത്യവിശ്വാസത്തിൽ ഭാഗഭാക്കുകളാകുന്ന നിരവധി നിഷ്കളങ്കർക്ക് ഇവ ഉതപ്പിന് കാരണമാകുന്നുണ്ട്. ബിലീവേഴ്സ് ചർച്ചിന്റെ കെട്ടും മട്ടും അതിനെ ഒരു ശ്ലൈഹിക പാരമ്പര്യമുള്ള സഭയായി കരുതാൻ സാമാന്യ ജനത്തെ പ്രേരിപ്പിക്കും എന്നതിനാലാണ് സത്യാന്വേഷി ഈ വിശദീകരണത്തിന് മുതിർന്നത്. കേരളത്തിലെ ക്രൈസ്തവ സഭകളെല്ലാം തന്നെ നൂറ്റാണ്ടുകളുടെ പൈതൃകവും പാരമ്പര്യവും ഉള്ളവയാണ്. പരമ്പരാഗതമായി ആർജിച്ച ഭൗതിക സ്വത്തും അവയ്ക്കുണ്ട്. എന്നാൽ ഏതാനും ദശകങ്ങൾ കൊണ്ട് മാത്രം രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം ദൃശ്യമായ രീതിയിൽ ഭൗതിക സ്വത്ത് ആർജിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിലും കോടികളുടെ ഇടപാടുകൾ നടത്തുന്നതും മറ്റും നിയമ സംവിധാനങ്ങളിൽ സംശയം ജനിപ്പിക്കുന്നത് സ്വാഭാവികമാണ്. എൻഫോഴ്സ്മെന്റിന്റെ അന്വേഷണങ്ങൾക്ക് പിന്നിലും ഇത്തരം കാരണങ്ങൾ തന്നെയാണ് ഉള്ളത്. നവസഭാ വിഭാഗമാണ് എങ്കിലും പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങളുമായുള്ള സംഭാഷണങ്ങളുടെയും സാഹോദര്യത്തിന്റെയും തലത്തിൽ ബിലീവേഴ്സ് ചർച്ചിനോടും കത്തോലിക്ക സഭയ്ക്ക് ബന്ധമുണ്ട്. പൊതുജനം ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കുകയും വിശ്വാസികൾ നവസഭാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളും ശൈലികളും തിരിച്ചറിയുകയും സത്യവിശ്വാസം കൈമോശം വരാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്യണം. സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്കെഴുതൂ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ.